السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. عن معاذ بن جبل رضي الله عنه أن رسول الله صلى الله عليه وسلم أخذ بيده فقال يا معاذ والله إني لأحبك والله إني لأحبك فقال أوصيك يا معاذ لا تدعن في دبر كل صلاة أن تقول اللهم أعني على ذكرك وشكرك وحسن عبادتك. അബൂദാവൂദ് വന്നസായി. ഇമാം അബൂദാവൂദും നസായിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുആദ്, അള്ളാഹുവിൻ സത്യം, തീർച്ചയായും ഞാൻ താങ്കളെ അതിയായി സ്നേഹിക്കുന്നു. അള്ളാഹുവിൽ സത്യം, ഞാൻ താങ്കളെ അതിയായി ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുആദ്, താങ്കളെ ഞാൻ ഉപദേശിക്കുന്നു, എല്ലാ നമസ്കാര ശേഷവും ഇപ്രകാരം പറയുന്നതിൽ ഉപേക്ഷ വരുത്തരുത്. അള്ളാഹുവെ, നിന്നെ സദാ സ്മരിക്കുന്നതിലും നിനക്ക് നന്ദി ചെയ്യുന്നതിലും ഇബാദത്തുകൾ നന്നായി ചെയ്യുന്നതിലും എന്നെ സഹായിക്കണമേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക എന്ന് നമസ്കാര ശേഷം പറയുന്നതിൻ്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് അത് വിശദീകരിച്ചു തരുന്ന ഒരു പ്രവാചക വചനമാണിത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് മുആദിനോടുള്ള പ്രവാചകന്റെ ഇഷ്ടം, സ്നേഹം ആവർത്തിച്ച് പറഞ്ഞിട്ട് വസിയ്യത്ത് ചെയ്തതാണ് ഇത് എന്നുള്ളത് നാം ഓർക്കുക. മുആദ് ഇബ്നു ജബൽ എന്ന പ്രമുഖ സഹാബിയുടെ കൈപിടിച്ച് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് ഈ വസിയ്യത്ത്. ഇതിനൊരു മാതൃകയുണ്ട്. അതായത് വ്യക്തികളെ ഉപദേശിക്കുമ്പോൾ അവരുടെ കൈപിടിച്ച് ചേർത്ത് നിർത്തി സ്നേഹവും ഗുണകാംക്ഷയും പ്രകടിപ്പിക്കണം. അത്തരം സ്നേഹമസരണമായ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ജനം തയ്യാറാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉപദേശിച്ചത് നമസ്കാരാനന്തരം നടത്തേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈ പ്രാർത്ഥന നടത്തേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പാണെന്നും അതല്ല സലാം വീട്ടിയതിന് ശേഷമാണെന്നും 2 അഭിപ്രായങ്ങൾ കാണാം. ഏതായിരുന്നാലും ഇത് ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. പ്രവാചകന്റെ ആ വസിയ്യത്ത്, ആ ഉപദേശം എന്താണിതിൽ പറഞ്ഞത്? അല്ലാഹുവേ, നിന്നെ നന്നായി സ്മരിക്കാൻ, അഇന്നി അലാ ദിക്രിക, എന്നെ സഹായിക്കണമേ എന്നാണ് അതിൻ്റെ ആരംഭം. അള്ളാഹുവിനെ യഥാവിധി ഓർക്കാൻ അവൻ്റെ തന്നെ തൗഫീഖ് ലഭിക്കണം. അള്ളാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ ഭൂമുഖത്ത്, മുസ്ലിം സമൂഹത്തിൽ തന്നെ. അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, അള്ളാഹുവെ വിസ്മരിക്കുകയും തൽഫലമായി സ്വന്തത്തെക്കുറിച്ച് തന്നെ വിസ്മൃതരായി തീരുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്, അവർ അധർമ്മകാരികളാണ്. അലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. സൂറത്തുൽ ഹശ്റിലെ 19-ാമത്തെ വചനം. സ്വർഗവാസികളെ സവിശേഷ സ്വഭാവങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്കൊക്കെയും മഹത്തായ പ്രതിഫലവും പാപമോചനവും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. മുസ്ലിം, മുഅ്മിൻ, ഖാനിത്ത്, സാദിഖ്, മുത്തസദ്ദിഖ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ചേർത്ത് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വചനമാണ് സൂറത്തുൽ അഹ്സാബിലെ 35. അതിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും
എന്ന് വദ്ദാക്കിരീൻ അല്ലാഹ് കസീറൻ വദ്ദാക്കിറാത്ത് എന്ന് പറഞ്ഞതിന് ശേഷം അവർക്കൊക്കെയും മഹത്തായ പ്രതിഫലവും പാപമോചനവും ഒരുക്കി വെച്ചിരിക്കുന്നു അള്ളാഹു എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ സദാ സ്മരിക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനവധി ദിക്റുകളും ദുആകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു കടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും എന്ന് വേണ്ട, എവിടൊക്കെ പോകുന്നു, എവിടൊക്കെ കയറുന്നു, ഇറങ്ങുന്നു തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും എത്രയെത്ര പ്രാർത്ഥനകളും ദിക്റുകളുമാണ്. ഇതൊക്കെ പ്രാവർത്തികമാക്കുമ്പോഴാണ് അള്ളാഹുവിനെ യഥാവിധി സ്മരിക്കാൻ കഴിയുക. വാഹനത്തിൽ കയറുമ്പോൾ, യാത്ര അയക്കുമ്പോൾ, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഇങ്ങനെ എത്ര. അപ്പം അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. തൗഫീഖ് ഇല്ലെങ്കിൽ സ്മരിക്കാൻ കഴിയില്ല. അത് ചോദിക്കുകയാണ്. പ്രാർത്ഥനയിലെ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാനായി അവനോട് സഹായം തേടലാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിലൂടെ ഒരാൾ തൻ്റെ ഐഹിക പാരത്രിക ജീവിതം സഫലവും സൗഭാഗ്യകരവുമാക്കി തീർക്കുകയാണ്. അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് ആരാധനാ കർമ്മങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവും കരസ്ഥമാക്കാൻ കഴിയുക. അവസാനമായി ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ നന്നായി നിർവഹിക്കാനുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ്. ഏതൊരു കർമ്മവും ഇഹ്സാനോടുകൂടി ചെയ്യുമ്പോഴേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് നമസ്കാരം നന്നായി ഇഹ്സാനോടുകൂടി നിർവഹിക്കുന്നതിന് വുളു നന്നായി ചെയ്യണം. ശരീരവും നമസ്കാര സ്ഥലവും സംശുദ്ധമായിരിക്കണം. ഭയഭക്തി ഉണ്ടായിരിക്കണം. ഏകാഗ്രതയുണ്ടായിരിക്കണം. നിർബന്ധ നമസ്കാരങ്ങളോടൊപ്പമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളും കൃത്യമായി അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഫർദ് നമസ്കാരമുള്ള കുറ്റവും കുറവുമൊക്കെ പരിഹരിക്കപ്പെടാൻ അതാണ് മാർഗം. അപ്പോഴാണ് നമസ്കാരം നന്നായി നിർവഹിച്ചവനെന്ന് പറയാൻ കഴിയും. ഇത് തന്നെയാണ് മറ്റുള്ള ആരാധനാകർമ്മങ്ങളുടെയും അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, തീർച്ചയായും നിങ്ങളൊരാൾ ഏതൊരു കർമ്മവും കുറ്റമറ്റതാക്കി ഭംഗിയാക്കി ചെയ്യുന്നുവോ അതാണ് അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമസ്കാര ശേഷം നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളതാണ് ഒരു തരം പ്രാർത്ഥന. അതുപോരാ, ഇതിൻ്റെ പ്രാധാന്യം, ഇത് ഉൾക്കൊള്ളുന്ന ആശയം എത്ര ആഴത്തിലുള്ളതും പ്രവിശാലവുമാണ്, നമ്മുടെ ജീവിതവുമായി എത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഹദീസിലൂടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിക്കാനും അവനുള്ള സ്മരണ നന്നാക്കാനും അവന് നന്ദി ചെയ്യാനും അവനുള്ള ആരാധനകൾ കുറ്റമറ്റ നിലയിൽ ചെയ്യാനും അവൻ സഹായിക്കുന്നവരുടെ ഗണത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.